ഗുഡ് മോർണിംഗ്. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കണക്ട് ചെയ്യാൻ ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഓഡിയോ വീഡിയോ ഒക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നിൽക്കാൻ മതിയാവോ? എല്ലാവരും അറ്റൻഡൻസ് ഇടാവോ? അറ്റൻഡൻസ് ഇടുക. ഓക്കെ, ഇനി ആരും അറ്റൻഡൻസ് ഇല്ല കേട്ടോ. ഇനി അറ്റൻഡൻസ് ഇട്ട് കഴിഞ്ഞാൽ ആരുടെ അറ്റൻഡൻസ് എടുക്കുന്നതല്ല. ഓക്കെ, ഓക്കെ. നമ്മൾ ഇന്നലെ പോയിസൺസ് റേഷ്യോ അതുപോലെ തന്നെ 3 ഇലാസ്റ്റിക് കോൺസ്റ്റന്റ്സിനെ പറ്റിയാണ് പഠിച്ചത്. ഏതൊക്കെയായിരുന്നു? യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ബൈ സ്ട്രെയിൻ, ഷിയർ മോഡുലസ് എന്ന് പറയുന്നത് ഷിയർ സ്ട്രെസ് ബൈ ഷിയർ സ്ട്രെയിൻ, ആൻഡ് ബൾക്ക് മോഡുലസ് എന്ന് പറയുന്നത് ഡയറക്ട് സ്ട്രെസ് ബൈ വോളിയോമെട്രിക് സ്ട്രെയിൻ ആയിരുന്നു അല്ലെ. പിന്നെ അതിനെ കണക്ട് ചെയ്തിട്ടുള്ള ഇക്വേഷൻസും പ്രോബ്ലംസ് നമ്മൾ എന്താ നോക്കി. വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തതുപോലെയുള്ള പ്രോബ്ലംസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. ഇന്നത്തെ ക്ലാസ്സോടുകൂടി നമ്മുടെ സെക്കൻഡ് മൊഡ്യൂൾ കംപ്ലീറ്റ് ആവും കേട്ടോ. ഈ 2 മൊഡ്യൂൾ ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞു. ഫസ്റ്റ് മൊഡ്യൂളും സെക്കൻഡ് മൊഡ്യൂളും കംപ്ലീറ്റഡ് ആണ്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ ഒരു എക്സാം ഞാൻ എന്തായാലും ഷെഡ്യൂൾ ചെയ്യും. നെക്സ്റ്റ് വീക്കിൽ ഏത് ക്ലാസ് ആണെന്ന് ഞാൻ അപ്പോൾ പറയുന്നില്ല. നെക്സ്റ്റ് വീക്കിൽ ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മുടെ ഈ 2 മൊഡ്യൂളുടെ എക്സാം ആയിരിക്കും. നിങ്ങൾക്ക് സാറ്റർഡേ ആൻഡ് സൺഡേ ഉണ്ട് പഠിക്കുക. 2 മൊഡ്യൂളും പഠിക്കുക. ഒപ്പം ഞാൻ തന്നിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ ആൻസർ ചെയ്യാനായിട്ട് പഠിക്കുക. അതിലേതെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. പിന്നെ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫിഗർ മിസ്സിംഗ് ആണല്ലോ. എൻ്റെ കയ്യിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫിഗർ ഇല്ല. ഞാൻ അങ്ങനെ നോക്കിയിരുന്നു. ഞാൻ വേറെ സൈറ്റിൽ നോക്കാം ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടോ എന്ന്. നിങ്ങൾക്ക് തന്നെ തിരഞ്ഞാൽ കിട്ടുമായിരിക്കും. നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എവിടെ നിന്നാണ് കിട്ടുന്നതെന്നൊക്കെ അറിയാലോ. ഒരുപാട് സൈറ്റുകൾ ഉണ്ടല്ലോ. പല പോളിയുടെയും സൈറ്റിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് കിട്ടും. അതിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഞാനും നോക്കാം. പിന്നെ അത്ര തന്നെ ഉള്ളൂ. അപ്പൊ ഈ 2 ഞാൻ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചിലപ്പോൾ മേ ബി ഞാൻ ക്വസ്റ്റ്യൻ എക്സാമിന് സീരീസ് എക്സാമിന് ഇടുക. ഷുവർ ആയിട്ടും ഞാൻ എക്സാം നടത്തും. നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം കേട്ടോ. അതുവരെ എക്സാം നമ്മൾ മാത്രമേ നടത്താത്തുള്ളൂ. സോ ഈ ഫസ്റ്റ് 2 മൊഡ്യൂളിലെ എക്സാം ഞാൻ എന്തായാലും നടത്തും. നെക്സ്റ്റ് വീക്കിൽ ഉണ്ടായിരിക്കും. പഠിച്ചോളുക. സെക്കൻഡ് മൊഡ്യൂൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ കാണുക. കാരണം അതിലെ എല്ലാ പ്രോബ്ലംസും സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെ തല തിരിഞ്ഞ് വരുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല. നിങ്ങൾക്ക് റിയാക്ഷൻ കാണുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് മൊഡ്യൂളിലെ റിയാക്ഷൻ കണ്ടുപിടിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ പറയണം. കാരണം നമ്മളുടെ നെക്സ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് റിയാക്ഷൻ കണ്ടുപിടിച്ചിട്ട് നമുക്ക് ബാക്കി സ്റ്റെപ്പിലേക്ക് പോകാനായിട്ട് സാധിക്കുള്ളൂ. സോ റിയാക്ഷൻ കാണാനായിട്ട് നമ്മൾ പഠിക്കണം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളെ പേഴ്സണലി ചോദിക്കുക, അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്ത് പഠിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ബുദ്ധിമുട്ടുള്ള കുട്ടികളൊന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഗ്രൂപ്പിന്റെ മാത്രം ഒരു സൂമിന്റെ ക്ലാസ് വെക്കാം. ഒരുപാട് കുട്ടികളാകുമ്പോൾ റേഞ്ചിന്റെ പ്രോബ്ലംസ് വരും. ബുദ്ധിമുട്ടുള്ള കുട്ടികൾ ഉണ്ട് അല്ലെങ്കിൽ എന്നെ പേഴ്സണലി വിളിച്ചാലും ഞാൻ പറഞ്ഞുതരാം.
ഇനി അതല്ല സൂമിന്റെ ഒരു ക്ലാസ് നടത്തണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ മാത്രം, എല്ലാവരും ചാടിക്കേറി വരരുത്. കാരണം റേഞ്ചിന്റെ പ്രോബ്ലം വന്നാൽ നിങ്ങൾക്കും കേൾക്കില്ല, എനിക്കും കേൾക്കില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പൊ നമുക്ക് സ്ട്രെയിൻ എനർജി എന്നുള്ള പോർഷനിലേക്ക്, നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിലെ ലാസ്റ്റ് പോർഷൻ ആണ് സ്ട്രെയിൻ എനർജി. ഫസ്റ്റ് പോർഷൻ എന്തായിരുന്നു? സ്ട്രെസ്സും സ്ട്രെയിനും ആയിരുന്നു. പിന്നെ അതിന്റെ പ്രോബ്ലംസ് ഒക്കെ ആയിരുന്നു അല്ലെ. പിന്നെ നമ്മൾ തെർമൽ സ്ട്രെസ് പഠിച്ചു, അതിന്റെ പ്രോബ്ലംസ്, പിന്നെ കുറച്ച് പോയിസൺസ് റേഷ്യോ പിന്നെ പറഞ്ഞിട്ട് ഇലാസ്റ്റിക് കോൺസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് പഠിച്ചു, അതിന്റെ പ്രോബ്ലംസ്. ഈ മൊഡ്യൂളിലെ എല്ലാ ടൈപ്പ് പ്രോബ്ലംസും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഒന്നും മിസ്സാക്കാനില്ല, എല്ലാ ടൈപ്പ് ചോദ്യം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി എന്താണ് സ്ട്രെയിൻ എനർജി എന്ന് നോക്കാം. നമുക്കറിയാം, നമ്മളൊരു എക്സ്റ്റേണൽ ലോഡ് ഒരു ബോഡിയിൽ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഒരു എക്സ്റ്റേണൽ പുൾ അല്ലെങ്കിൽ പുഷിംഗ് എഫക്ട് നമ്മളൊരു ബോഡിക്ക് കൊടുക്കുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താ ഉണ്ടാകുന്നത്? ആ ബോഡി അതിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും അല്ലെ. ആ ബോഡി ആ കൊടുക്കുന്ന ഫോഴ്സിനെ, ലോഡിനെ, നമ്മൾ കൊടുക്കുന്ന ലോഡിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പൊ അതിന്റെ ഫലമായിട്ട് അവിടെ എന്തുണ്ടാകുന്നുണ്ട്? ഒരു ഇന്റേണൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലെ. ഒരു ഇന്റേണൽ റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ആ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന് ഈക്വൽ ആവുമ്പോഴാണ് അതൊരു ഇക്വിലിബ്രിയത്തിൽ തന്നെ നിൽക്കുക, അതിനെ കംപ്ലീറ്റ്ലി റെസിസ്റ്റ് ചെയ്യാൻ പറ്റുക അല്ലെ. അപ്പോ അങ്ങനെ റെസിസ്റ്റ് ചെയ്യുന്ന ഇന്റേണൽ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ഏരിയ നമ്മൾ എന്താ പറയുന്നത്? സ്ട്രെസ് ആണെന്ന് പറഞ്ഞു. ഇനി അങ്ങനെ നമ്മൾ ഒരു ലോഡ് കൊടുക്കുമ്പോൾ അതിന്റെ ഡയമെൻഷൻസിൽ ചേഞ്ചസ് ഉണ്ടാകുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലെങ്ത് കൂടാം, തിക്നെസ് കുറയാം, ഡയമീറ്റർ കുറയാം, ബ്രെഡ്ത്ത് കുറയാം, അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ഡിഫോർമേഷൻസ് ആ ബോഡിയിൽ ഉണ്ടാകുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഡിഫോർമേഷൻസിനെയാണ് നമ്മൾ സ്ട്രെയിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിഫോർമേഷൻ അതായത് ഇപ്പൊ ചേഞ്ച് ഇൻ ലെങ്ത്തിലാണ് മാറ്റം വന്നിട്ടുള്ളത് എങ്കിൽ നമ്മൾ അതിന് ലീനിയർ സ്ട്രെയിൻ എന്ന് പറയും അല്ലെ. ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്, ആ രീതിയിൽ സ്ട്രെയിൻ അവിടെ ഉണ്ടാകുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ഇങ്ങനെ സ്ട്രെയിൻ ഉണ്ടാവുക അല്ലെങ്കിൽ അവിടെ ഒരു ഇന്റേണൽ റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ആ ബോഡി നടത്തുന്ന ഒരു വർക്ക് തന്നെയാണ് അല്ലെ. ആ സ്ട്രെയിൻ സംഭവിക്കണം എന്നുണ്ടെങ്കിൽ ആ ബോഡി അതിലൊരു വർക്ക് ചെയ്യുന്നുണ്ട്. ആ വർക്ക് നമുക്ക് അവിടെ ഒരു എനർജി ആയിട്ട് ആ മെറ്റീരിയൽ സ്റ്റോർ ചെയ്യും. ക്ലിയർ? നമ്മൾ ആ ബോഡി നടത്തുന്ന വർക്ക് ആ ബോഡിക്കകത്ത് ഒരു എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യും. ദാറ്റ് എനർജി ഈസ് നോൺ ആസ് സ്ട്രെയിൻ എനർജി. ഓക്കെ, അപ്പോൾ വർക്ക് ഡൺ ബൈ ദി എക്സ്റ്റേണൽ ഫോഴ്സ് ഇൻ പ്രൊഡ്യൂസിങ് ആൻ ഇലാസ്റ്റിക് സ്ട്രെയിൻ ഈസ് സ്റ്റോർഡ് ആസ് സ്ട്രെയിൻ എനർജി ഇൻ ദ മെറ്റീരിയൽ. ഓക്കെ, അപ്പൊ നമ്മളൊരു ബോഡിക്കകത്ത് ഒരു ലോഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബോഡി സ്ട്രെയിൻ ചെയ്യും. ലെങ്ത് കൂടുക, ബ്രെഡ്ത്ത് കുറയുക, തിക്നെസ് കുറയുക, ആ രീതിയിൽ സ്ട്രെയിൻ ചെയ്യും. അപ്പൊ ആ സ്ട്രെയിൻ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു വർക്ക് ഡൺ നടക്കുന്നുണ്ട് എന്നാണ് അർത്ഥം. അതായത് വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താണ്? എനർജിയാണ് അല്ലെ. സോ എനർജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് ദ കപ്പാസിറ്റി ടു ഡു വർക്ക്. ഒരു വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കപ്പാസിറ്റിനെയാണ് നമ്മൾ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ വർക്ക് നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്? ആ ബോഡിക്കകത്ത് ഒരു എനർജി സ്റ്റോർ ചെയ്യുന്നുണ്ട് എന്നാണ്. ആ എനർജീനെയാണ് നമ്മൾ സ്ട്രെയിൻ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, ഈ സ്ട്രെയിൻ എനർജിയുടെ ഭാഗത്ത് 3 ടേംസ് നമുക്ക് പഠിക്കാനുണ്ട്. ആ 3 ടേംസും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന് 2 മാർക്കിന്റെ ചോദ്യമായിട്ട് മൊത്തം 6 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പാർട്ട് ബിയിലോ സിയിലോ കണ്ടിട്ടുണ്ട്. എന്താണ് ഇനി പഠിക്കാൻ പോകുന്ന ടേംസ് ആണ് റെസീലിയൻസ്, പ്രൂഫ് റെസീലിയൻസ് ആൻഡ് മോഡുലസ് ഓഫ് റെസീലിയൻസ് എന്ന് പറയുന്ന 3 ടേംസ്. അപ്പൊ ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. The strain energy stored in a member when strained within elastic limit is known as resilience. അതായത് ഒരു വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് ആ മെറ്റീരിയലിനകത്ത് സ്റ്റോർ ചെയ്യുന്ന എനർജി, വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് ആ മെറ്റീരിയലിനകത്ത് സ്റ്റോർ ചെയ്യുന്ന എനർജി ഈസ് നോൺ ആസ് റെസീലിയൻസ്. ഓക്കെ, ഈസ് നോൺ ആസ് റെസീലിയൻസ്. വാട്ട് ഈസ് റെസീലിയൻസ് എന്ന് ചോദിച്ചാൽ ഇത്ര എഴുതിയാൽ മതി. Strain energy stored in a member when strained within elastic limit is known as resilience. അല്ലെങ്കിൽ നമുക്ക് വേറൊരു രീതിയിൽ പറയാം, the capacity of a strained body for doing work on the removal of a straining force is known as resilience. 2 രീതിയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അതായത് ഒരു സ്ട്രെയിൻഡ് ബോഡി അതിൽ അപ്ലൈ ചെയ്തിട്ടുള്ള ഫോഴ്സിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന വർക്ക് അല്ലെങ്കിൽ ആ കപ്പാസിറ്റി, അതിനെയാണ് നമ്മൾ റെസീലിയൻസ് എന്ന് പറയുന്നത്. രണ്ടും ഒന്നല്ലേ?
അപ്പൊ ആ വർക്കിൽ നമ്മൾ കൊടുത്ത ലോഡിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് സ്ട്രെയിൻ ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് അവിടെ ഒരു വർക്ക് നടക്കുന്നുണ്ട്. ആ വർക്ക് നടക്കുന്നതിന്റെ ഭാഗമായിട്ട് എനർജി സ്റ്റോർ ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ റെസിലിയൻസ് എന്ന് പറഞ്ഞത്. അത് അല്ല, വേറൊരു രീതിയിലാണ് രണ്ടാമത്തെ ഡെഫിനിഷൻ കിടക്കുന്നത്. എന്താണ്? സ്ട്രെയിൻഡ് ബോഡിയിലെ അപ്ലൈഡ് ഫോഴ്സിനെ റിമൂവ് ചെയ്യാൻ വേണ്ട കപ്പാസിറ്റി വർക്കിനെയാണ് റെസിലിയൻസ് എന്ന് പറയുന്നത്. രണ്ടും സെയിം ആണ്. ഏതെങ്കിലും ഒരു ഡെഫിനിഷൻ നിങ്ങൾക്ക് പറ്റുന്ന ഏതെങ്കിലും ഒരു ഡെഫിനിഷൻ പഠിച്ചു വെക്കാം. സോ ദിസ് ഈസ് നോൺ ആസ് റെസിലിയൻസ്. ഓക്കെ, അപ്പൊ ഈ ചോദ്യത്തിന് 2 മാർക്കിന്റെ ചോദ്യമായിട്ട് ഇത് കണ്ടിട്ടുണ്ട്. വാട്ട് ഈസ് റെസിലിയൻസ് എന്ന് പറഞ്ഞിട്ട്. ഇനി the maximum energy stored at elastic limit is known as proof resilience. നേരത്തെ വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് എന്നായിരുന്നു നമ്മൾ പറഞ്ഞത്. ഇപ്പൊ പറയുന്നത് അറ്റ് ഇലാസ്റ്റിക് ലിമിറ്റ്, അതിന് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം എനർജി സ്റ്റോർഡ് അറ്റ് ഇലാസ്റ്റിക് ലിമിറ്റ് ഈസ് നോൺ ആസ് പ്രൂഫ് റെസിലിയൻസ്. ഓക്കെ, ആ വേർഡ്സിലെ ഡിഫറൻസ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇലാസ്റ്റിക് ലിമിറ്റിലെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം എനർജിയാണ് എന്ത്? പ്രൂഫ് റെസിലിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രൂഫ് റെസിലിയൻസ് പെർ യൂണിറ്റ് വോളിയം ഇസ് നോൺ ആസ് മോഡുലസ് ഓഫ് റെസിലിയൻസ്. പ്രൂഫ് റെസിലിയൻസ് ബൈ വോളിയം, അതാണ് എന്ത്? മോഡുലസ് ഓഫ് റെസിലിയൻസ്. ഈ 3 ചോദ്യം നമുക്ക് നമ്മുടെ സെമസ്റ്റർ എക്സാമിനും ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാം നമ്മൾ പറയാറുണ്ട് അല്ലെ, PSC പോലെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിനും ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ അത് പ്രിപ്പയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നവർ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. 3 ചോദിച്ചു വന്നിട്ടുണ്ട്. പ്രൂഫ് റെസിലിയൻസ് പെർ യൂണിറ്റ് വോളിയം ആണ് മോഡുലസ് ഓഫ് റെസിലിയൻസ്. Maximum energy stored at elastic limit is known as proof resilience. The strain energy stored in a member within elastic limit is known as resilience. 3 ടേംസും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി എങ്ങനെയാണ് നമുക്ക് ഇനി സ്ട്രെയിൻ എനർജി കാണാനുള്ള ഇക്വേഷൻ അതുപോലെ പ്രോബ്ലംസ് അത്രേ നമുക്ക് ഈ ചെറിയൊരു പോർഷനിൽ പഠിക്കാനുള്ളൂ. അപ്പോൾ സ്ട്രെയിൻ എനർജി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. സോ നോക്കാം. ഇതിൽ ഇക്വേഷൻ ഞാൻ ടൈപ്പ് ചെയ്തിട്ടില്ല ഇവിടെ. നിങ്ങൾക്ക് ഇത് തരുമ്പോൾ ഞാൻ കറക്റ്റ് ചെയ്യാം കേട്ടോ. ലെക്ചർ നോട്ട് തരുമ്പോൾ കറക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ സ്ട്രെയിൻ എനർജി കാണാൻ നമ്മളൊരു ഗ്രാഫ് എടുക്കുകയാണ്. ലോഡ് വേഴ്സസ് എക്സ്റ്റൻഷൻ ഗ്രാഫ്. ഇത് നമുക്ക് എവിടെ നിന്ന് കിട്ടുക? നമ്മളൊരു മെറ്റീരിയൽ ടെൻഷൻ ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, UTM പോലുള്ള മെഷീൻസ് യൂസ് ചെയ്ത് നമ്മൾ ടെൻഷൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ലോഡ് വേഴ്സസ് എക്സ്റ്റൻഷൻ ഗ്രാഫ് കിട്ടും. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ C എന്ന പോയിന്റ് വരെ അത് നമ്മുടെ കംപ്ലീറ്റ് ഗ്രാഫ് അവിടെ ഇല്ല. C വരെ എന്ന് പറയുന്നത് അതിന്റെ ഹുക്സ് ലോ ഒബേ ചെയ്യുന്ന പോയിന്റ് ആണ്. ഓക്കെ, അപ്പൊ AC എന്നുള്ള ഗ്രാഫാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ നോക്കൂ, നമ്മുടെ എനർജി മെറ്റീരിയൽ അത് സ്റ്റോർ ചെയ്യുന്ന എനർജി നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ ഏരിയ അണ്ടർ ദി കർവ്. നമുക്ക് ഈ ഗ്രാഫിൽ കിട്ടുന്നത് AC എന്നുള്ള കർവാണ്. ഈ AC എന്ന കർവിന് താഴെയുള്ള പോർഷന്റെ ഏരിയയാണ് എനർജി സ്റ്റോർഡ് ബൈ സ്പെസിമെൻ. ഓക്കെ, ദാറ്റ് ഈസ് ഇവിടെ നമുക്ക് AC-യുടെ താഴെയുള്ള പോർഷൻ എന്ന് പറയുന്നത് ഒരു ട്രയാങ്കുലർ പോർഷൻ ആണ് അല്ലെ. നോക്കൂ, ചിത്രത്തിൽ നോക്കൂ, ACB അല്ലെങ്കിൽ ABC എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ആണ് നമുക്ക് കിടക്കുന്നത്. അപ്പൊ ഈ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് സ്ട്രെയിൻ എനർജിക്ക് ഈക്വൽ ആണ്. ക്ലിയർ? സ്ട്രെയിൻ എനർജി എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ നിന്ന് എങ്ങനെ കിട്ടുക എന്ന് വെച്ചാൽ ഈ ഗ്രാഫിന് താഴെയുള്ള പോർഷന്റെ ഏരിയ. ഇപ്പോൾ ഗ്രാഫിന് താഴെയുള്ള പോർഷൻ എന്ന് പറയുന്നത് ട്രയാങ്കുലർ ഫോമിലാണ് കിടക്കുന്നത്. സോ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്, ഈ ഒരു ഭാഗത്തിന്റെ ഏരിയ ആയിരിക്കും സ്ട്രെയിൻ എനർജി. അപ്പൊ നോക്കാം എങ്ങനെയാണെന്ന്. എനർജി സ്റ്റോർഡ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ട്രയാങ്കിളിന്റെ ഏരിയ എന്താ? ഹാഫ് BH അല്ലേ. ഹാഫ് ഇൻറ്റു AB ഇൻറ്റു BC. ഓക്കെ, AB എന്ന് പറയുന്നത് ആക്സിസിൽ നമ്മൾ എന്താ കൊടുത്തിട്ടുള്ള എക്സ്റ്റൻഷൻ ആണ് അല്ലെ. ദാറ്റ് മീൻസ് എത്ര ചേഞ്ച് ഇൻ ലെങ്ത് ഉണ്ടായി എന്നാണ് നമ്മൾ അവിടെ കൊടുക്കുന്നത്. സോ ഡെൽറ്റ എൽ, AB നെ നമുക്ക് ഡെൽറ്റ എൽ. അതുപോലെ BC എന്ന് പറയുന്നത് ലോഡാണ്. BC എന്ന് പറയുന്നത് ലോഡാണ്. സോ ലോഡിന് നമുക്ക് സ്ട്രെസ്സിന്റെ ടേമിൽ എഴുതാം F ഇൻറ്റു A. ഓക്കെ, ലോഡിന് നമുക്ക് സ്ട്രെസ്സിന്റെ ടേംസിൽ എഴുതാം F ഇൻറ്റു A, സ്ട്രെസ് ഇൻറ്റു ഏരിയ. ഓക്കെ, ഇനി ഡെൽറ്റ എല്ലിനെ നമുക്ക് സ്ട്രെയിൻ ഇൻറ്റു L എന്ന് എഴുതാം. ദാറ്റ് ഈസ് സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എൽ ബൈ എൽ ആണല്ലോ. സ്ട്രെയിൻ E ഈസ് ഈക്വൽ ടു ഡെൽറ്റ എൽ ബൈ എൽ ആണ് അല്ലെ. അപ്പൊ ഡെൽറ്റ എല്ലിനെ നമുക്ക് E ഇൻറ്റു എൽ എന്ന് എഴുതാം. ഇനി ഈ സ്ട്രെയിൻ എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്? സ്ട്രെസ് ബൈ യങ്സ് മോഡുലസ്. അതായത് യങ്സ് മോഡുലസ് ഈസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. സോ സ്ട്രെയിൻ എന്ന് പറയുന്നത്
സ്ട്രെസ് ബൈ യങ്സ് മോഡുലസ് എന്ന് നമുക്ക് എഴുതാം അല്ലേ. ഓക്കെ, അപ്പൊ നമ്മുടെ ഇക്വേഷൻ ആയി ഹാഫ് ഇൻറ്റു എഫ് ബൈ ഇ ഇൻറ്റു എൽ ഇൻറ്റു എഫ് ഇൻറ്റു എ. ഇതിന് നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുന്നു എഫ് സ്ക്വയർ ബൈ 2e ഇൻറ്റു എ എൽ. എഫ് സ്ക്വയർ ബൈ 2e ഇൻറ്റു എ എൽ. എ എൽ എന്ന് പറഞ്ഞാൽ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ ആണ്, എൽ എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്. ഏരിയ ഇൻറ്റു ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് വോളിയം. ഓക്കെ, അപ്പൊ സ്ട്രെയിൻ എനർജി കാണാനുള്ള ഇക്വേഷൻ എന്താണ്? എഫ് സ്ക്വയർ ബൈ 2e ഇൻറ്റു വോളിയം. സ്ട്രെയിൻ എനർജി കാണാനുള്ള ഇക്വേഷൻ എഫ് സ്ക്വയർ ബൈ 2e ഇൻറ്റു വോളിയം. എങ്ങനെയാ വന്നതൊന്ന് ക്ലിയർ ആയല്ലോ. നമ്മുടെ ഗ്രാഫ് എടുക്കുക, ഗ്രാഫിൽ നമുക്ക് കിട്ടിയിട്ടുള്ള കർവിന് താഴെയുള്ള പോർഷന്റെ ഏരിയ എടുക്കുക. ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള പോർഷൻ ട്രയാങ്കുലർ പോർഷൻ ആയതുകൊണ്ട് ഹാഫ് ബി എച്ച്, ഹാഫ് ഇൻറ്റു എ ബി ഇൻറ്റു ബി സി. എ ബി എന്ന് പറയുന്നത് എക്സ്റ്റൻഷൻ ആണ് ഡെൽറ്റ എൽ, ബി സി എന്ന് പറയുന്നത് ലോഡ് ആണ്. ലോഡിന് നമ്മൾ എഫ് ഇൻറ്റു എ എന്ന് എഴുതി, ഡെൽറ്റ എല്ലിന് നമ്മൾ സ്ട്രെയിൻ ഇൻറ്റു ലെങ്ത് എന്ന് എഴുതി, പിന്നെ ആ സ്ട്രെയിനിന് നമ്മൾ സ്ട്രെസ് ബൈ യങ്സ് മോഡുലസ് എന്ന് എഴുതി, റീഅറേഞ്ച് ചെയ്ത് എഴുതി. ഇക്വേഷൻ എന്ത് വന്നു? എഫ് സ്ക്വയർ ബൈ 2e ഇൻറ്റു വോളിയം. അതാണ് സ്ട്രെയിൻ എനർജി കാണാനുള്ള ഇക്വേഷൻ. ഓക്കെ, സ്ട്രെയിൻ എനർജി കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. ഇനി നമുക്ക് ഇതിന്റെ പ്രോബ്ലംസ് ആണ് ചെയ്യാനുള്ളത്. ഇനി പ്രോബ്ലംസ് തരുമ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ലോഡിംഗ് കണ്ടീഷൻസ് ഡിഫറൻറ്റ് ആയിരിക്കും. ലോഡിംഗ് കണ്ടീഷൻസ് ഡിഫറെന്റ് ആയിരിക്കും. എന്താ പ്രത്യേകത വെച്ചാൽ നമുക്ക് ലോഡിന് ഗ്രാജുവലി അപ്ലൈ ചെയ്യാം, സഡൻലി അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഇമ്പാക്ട് ലോഡ് ആയിട്ട് കൊടുക്കാം. ഗ്രാജുവലി അപ്ലൈ ചെയ്യുമ്പോൾ സ്ട്രെസ് എന്ന് പറയുന്നത് പി ബൈ എ തന്നെയാണ്. ഗ്രാജുവലി അപ്ലൈ ചെയ്യുമ്പോൾ സ്ട്രെസ് എന്ന് പറയുന്നത് പി ബൈ എ ആണ്. പക്ഷേ സഡൻലി അപ്ലൈ ചെയ്യുമ്പോൾ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2p ബൈ എ ആയിരിക്കും. സഡൻലി അപ്ലൈഡ് ലോഡ് ആയിരിക്കുമ്പോൾ സ്ട്രെസ് എന്ന് പറയുന്നത് 2p ബൈ എ. അതുപോലെ ഇമ്പാക്ട് ലോഡിന് ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യാൻ മറന്നുപോയി. അത് നമ്മൾ പ്രോബ്ലത്തിന്റെ ഭാഗത്ത് കാണും കേട്ടോ. അപ്പൊ ഞാൻ നോട്ട് ചെയ്യാം. നിങ്ങൾക്ക് നോട്ട് തരുന്ന സമയത്ത് ഞാൻ ഇവിടെ കറക്റ്റ് ചെയ്തോളാം. ഓക്കെ, ഇമ്പാക്ട് ലോഡിന്റെ ഇക്വേഷൻ ഞാൻ അവിടെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോ ഇത്രയാണ് സ്ട്രെയിൻ എനർജിയിൽ നമുക്ക് തിയറി പോർഷനിൽ നോക്കാനുള്ളത്. ഇനി നമുക്ക് പ്രോബ്ലംസ് ആണ്. പ്രോബ്ലത്തിലേക്ക് പോയാലോ? ഓക്കെ, നോക്കൂ. കാൽക്കുലേറ്റ് the elastic strain energy per unit volume due to extension of a steel bar having an elastic limit of 200 Newton per mm square and E is equal to 2 into 10⁵ Newton per mm square. Okay, അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? സ്ട്രെയിൻ എനർജി പെർ യൂണിറ്റ് വോളിയം ആണ്. സ്ട്രെയിൻ എനർജി പെർ യൂണിറ്റ് വോളിയം. സ്ട്രെയിൻ എനർജി എന്ന് പറഞ്ഞാൽ എന്താ? എഫ് സ്ക്വയർ ബൈ 2e ഇൻറ്റു വോളിയം. കണ്ടുപിടിക്കേണ്ടത് എന്താ? സ്ട്രെയിൻ എനർജി പെർ വോളിയം. അതായത് എഫ് സ്ക്വയർ ബൈ 2e ഇൻറ്റു വോളിയം ബൈ വോളിയം ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് വോളിയം കട്ട് ചെയ്ത് പോയി. അപ്പൊ എന്താ കാണേണ്ടത്? എഫ് സ്ക്വയർ ബൈ 2e. സിമ്പിൾ ആയില്ലേ? കണ്ടുപിടിക്കേണ്ടത് എന്താ? എഫ് സ്ക്വയർ ബൈ 2e. എഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുണ്ട് 200 ന്യൂട്ടൺ പെർ mm സ്ക്വയർ ആണ്. ഇ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ ഗിവൺ 2 into 10⁵. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കണ്ടുപിടിക്കാം. ഓക്കെ, കാണാൻ പറഞ്ഞിരിക്കുന്നത് സ്ട്രെയിൻ എനർജി പെർ യൂണിറ്റ് വോളിയം ആണ്. സ്ട്രെയിൻ എനർജി കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എഫ് സ്ക്വയർ ബൈ 2e ഇൻറ്റു വോളിയം ആണ്. ഓക്കെ, എഫ് സ്ക്വയർ ബൈ 2e ഇൻറ്റു വോളിയം ആണ്. സോ നമ്മുടെ കണ്ടുപിടിക്കേണ്ടത് എന്തായി? എഫ് സ്ക്വയർ ബൈ 2e ഇൻറ്റു വോളിയം ബൈ വോളിയം. ദാറ്റ് ഈസ് എഫ് സ്ക്വയർ ബൈ 2e. എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ് ആണ്. അത് നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്. പക്ഷെ യൂണിറ്റ് നോക്കിയിട്ട് മനസ്സിലാക്കുക. 200 ന്യൂട്ടൺ പെർ mm സ്ക്വയർ ആണ്. ഡിവൈഡ് ബൈ 2e. E is also given 2 into 10⁵. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. സ്ട്രെയിൻ എനർജി പെർ യൂണിറ്റ് വോളിയം കിട്ടും. പ്രോബ്ലം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. A compressive load of 40 kilonewton is suddenly applied. ശ്രദ്ധിക്കുക, എങ്ങനെ അപ്ലൈ ചെയ്തിരിക്കുന്നത്? സഡൻലി അപ്ലൈഡ്. സഡൻലി അപ്ലൈഡ് ആണെങ്കിൽ F is equal to 2p by A.
ഓക്കെ, അതാണ് നമ്മളിവിടെ പഠിച്ചത്. നമുക്ക് പ്രോബ്ലത്തിൽ തരും എങ്ങനെയാണ് ലോഡ് അപ്ലൈ ചെയ്യുന്നതെന്ന്. സഡൻലി അപ്ലൈഡ് എന്ന് പറഞ്ഞാൽ F is equal to 2P/A. അത് അപ്പൊ തന്നെ ഓർക്കുക. To a bar 30 mm diameter is given and 4 meter long. What is the work done on the bar? Work done means എന്താണ് കണ്ടുപിടിക്കേണ്ടത്? Work done എന്ന് പറഞ്ഞാൽ എന്താണ്? Strain energy. What is the resilience per unit volume? Okay. Value E is equal to 200 kilonewton per mm square. അതിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ അവിടെ നിൽക്കട്ടെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം, സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഓക്കെ, അപ്പൊ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ എന്താ? അപ്ലൈ ലോഡ് P is equal to 40 kilonewton, that is 40 into 10 cube, അത്രയും ന്യൂട്ടൺ. അതുപോലെ ഡയമീറ്റർ 30 mm, ലെങ്ത് 4 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. സോ നമുക്ക് ക്രോസ് സെക്ഷണൽ ഏരിയ കണ്ടുപിടിക്കാം. π/4 into d square, that is π/4 into 30 സ്ക്വയർ. അപ്പൊ നമുക്ക് അത്രയും mm സ്ക്വയർ കിട്ടും. ഓക്കെ, ഇനി സഡൻലി അപ്ലൈഡ് ആയതുകൊണ്ട് നമുക്ക് ഇൻസ്റ്റന്റേനിയസ് ആയിട്ടാണ് സ്ട്രെസ് പ്രൊഡ്യൂസ് ചെയ്യുക. അത് നമ്മൾ എത്രയാണെന്ന് പഠിച്ചു. F is equal to 2P/A. F is equal to 2P/A ആയിരിക്കും. That is F is equal to 2 into P നമുക്കറിയാം 40 into 10 cube by ഏരിയ നമ്മളിവിടെ കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് സ്ട്രെസ് കിട്ടി. ഓക്കെ, ഇനി ഇൻസ്റ്റന്റേനിയസ് ഇലൊങ്ങേഷൻ ഡെൽറ്റ എൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രെയിൻ ഇൻറ്റു എൽ ആണ്. ദാറ്റ് ഈസ് സ്ട്രെയിനെ നമുക്ക് F/E, സ്ട്രെസ് ബൈ യങ്സ് മോഡുലസ് എന്ന് എഴുതാം. സ്ട്രെയിനെ നമുക്ക് സ്ട്രെസ് ബൈ യങ്സ് മോഡുലസ് F/E എന്ന് എഴുതി ഇൻറ്റു എൽ. ഓക്കെ, എന്നിട്ട് നമ്മളത് F/E ഇൻറ്റു എൽ അത് നമ്മൾ കണ്ടുപിടിച്ചു. F നമുക്കറിയാലോ എത്രയാണ്, നമ്മളിപ്പോ കണ്ടുപിടിച്ചില്ലേ, 2P/A by E is also given 200 kilonewton per mm square എന്നാണ്. സോ നമ്മൾ അതിനെ ന്യൂട്ടൺ ആക്കി. 200 into 10 cube into length 4 meters of 4000. അപ്പൊ നമുക്ക് ഡെൽറ്റ എൽ കിട്ടി. ഓക്കെ, നമുക്ക് ഡെൽറ്റ എൽ എന്ന് കിട്ടി. ഇനി വർക്ക് ഡൺ ഓൺ ദി ബാർ എന്ന് പറയുന്നത് വർക്ക് ഡൺ ഓൺ ദി ബാർ P into ഡെൽറ്റ എൽ. ദാറ്റ് ഇസ് ലോഡ് വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ലോഡ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ് അല്ലെ. ഈ രീതിയിൽ നമുക്ക് ചെയ്യാട്ടോ, തെറ്റില്ല. P into ഡെൽറ്റ എൽ, P into ഡെൽറ്റ എൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ഡൺ കിട്ടും. പിന്നെ റെസിലിയൻസ് പെർ യൂണിറ്റ് വോളിയം ചോദിച്ചിട്ടുണ്ട്, അതായത് വർക്ക് ഡൺ ബൈ വോളിയം. വർക്ക് ഡൺ ബൈ വോളിയം ചെയ്താൽ മതി, നമുക്ക് ആൻസർ കിട്ടും. അതായത് ഇവിടെ കിട്ടുന്ന വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ വോളിയം. വോളിയം എങ്ങനെയാണ്? ഏരിയ ഇൻറ്റു ലെങ്ത് ചെയ്താൽ മതി. ഏരിയ നമ്മൾ π/4 d സ്ക്വയർ വെച്ച് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു, ഇൻറ്റു ലെങ്ത്. ഓക്കെ, ഇത് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. A bar 3 meter long and 60 mm diameter is subjected to a tensile load is given 200 kilonewton. Find the stress and elongation when the load is applied suddenly. Again suddenly ആണ് അപ്ലൈ ചെയ്യുന്നത്. E is given 2 into 10 കാണാൻ പറഞ്ഞിരിക്കുന്നത് സ്ട്രെസ്സും ഇലോങ്ങേഷനും. ലെങ്ത് തന്നിട്ടുണ്ട്, ഡയമീറ്റർ തന്നിട്ടുണ്ട്. സോ വി ഹാവ് ടു ഫൈൻഡ് ഏരിയ. ഏരിയ π/4 into d സ്ക്വയർ ചെയ്തു. P is also given, E is given. സഡൻലി അപ്ലൈഡ് ആയതുകൊണ്ട് സ്ട്രെസ് is equal to F is equal to 2P/A. ഓക്കെ, അപ്പൊ സ്ട്രെസ് ആയല്ലോ, കണ്ടുപിടിക്കാൻ പറഞ്ഞത് അതല്ലേ, സ്ട്രെസ് ആയി. ഇനി ഇലോങ്ങേഷൻ കാണാൻ പറഞ്ഞ ഡെൽറ്റ എൽ. ഡെൽറ്റ എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെയിൻ ഇൻറ്റു ലെങ്ത് ആണ് അല്ലെ. സ്ട്രെയിൻ is equal to ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. സോ ചേഞ്ച് ഇൻ ലെങ്ത് ഡെൽറ്റ എൽ is equal to സ്ട്രെയിൻ ഇൻറ്റു ലെങ്ത്. സ്ട്രെയിനെ നമുക്ക് F/E എന്ന് എഴുതാം. അപ്പോ F നമ്മൾ കണ്ടുപിടിച്ചു, E തന്നിട്ടുണ്ട്, ലെങ്ത് കണ്ടുപിടിച്ചിട്ട് ഇലോങ്ങേഷനും ആയി. ഓക്കെ, കുറെ പേര് ക്ലാസ് കേൾക്കുമ്പോൾ എഴുതാറുണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ സ്ലോ ആക്കുന്നത്. ഓക്കെ, ഞാൻ അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാണ്. A 10 mm diameter mild steel bar of length 1.5 meter, ലെങ്ത്തും ഡയമീറ്ററും തന്നു, by a weight of 120 Newton, dropping freely through 20 mm before commencing to stretch the bar. Drop ചെയ്യാണ് ചെയ്യുന്നത്. Find the maximum instantaneous stress and elongation produced in the bar.
നേരത്തെ പ്രോബ്ലത്തിലെല്ലാം നമ്മുടെ ലോഡ് അപ്ലൈ ചെയ്തത് സഡൻലി അല്ലെങ്കിൽ ഗ്രാജുവലി, പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിരുന്നത് ദാറ്റ് മീൻസ് ഗ്രാജുവലി അപ്ലൈ ചെയ്തു എന്നാണ്. ഇനി പ്രത്യേകം എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇക്വേഷൻ ശ്രദ്ധിക്കാം. അപ്പൊ നേരത്തെ ചെയ്ത രണ്ട് പ്രോബ്ലത്തിലും ലോഡ് അപ്ലൈ ചെയ്തിട്ടുള്ളത് സഡൻലി ആയിരുന്നു അല്ലെ. പക്ഷെ ഇവിടെ എങ്ങനെയാ പറഞ്ഞിട്ടുള്ളത്, ഒരു വലിയൊരു വെയിറ്റ് 120 ന്യൂട്ടൺ എന്ന് പറയുന്ന ആ വെയിറ്റ് സഡൻലി എന്ത് ചെയ്യുന്നു, ഡ്രോപ്പ് ചെയ്യാണ്, ഫ്രീലി ഡ്രോപ്പ് ചെയ്യാണ്. ദാറ്റ് മീൻസ് അവിടെ ഒരു ഇമ്പാക്ട് ലോഡ് ആണ് വരുന്നത്. നമ്മുടെ മൂന്നാമത്തെ കണ്ടീഷൻ ആണത്. ഞാൻ ഇക്വേഷൻ അതിൽ ഇൻക്ലൂഡ് ചെയ്തില്ല എന്ന് പറഞ്ഞില്ലേ, ആ കണ്ടീഷൻ ആണിത്. അപ്പൊ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ആ ഇക്വേഷൻ കിട്ടും കേട്ടോ. കാണാൻ പറഞ്ഞിരിക്കുന്നത് സ്ട്രെസ്, അതായത് എഫ് ഇസ് ഈക്വൽ ടു, നേരത്തെ നമുക്ക് 2p/a ആയിരുന്നു അല്ലെ സഡൻലി അപ്ലൈഡ് കേസില്. അപ്പൊ ഈ കേസിലും ഒരു എഫ് ഉണ്ട്, അതാണ് നമ്മുടെ അടുത്ത് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഇലോങ്ങേഷൻ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ബാർ, അതുപോലെ ചേഞ്ച് ഇൻ ലെങ്ത്തും കാണാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ വാല്യൂ ഈസ് ഗിവൺ. അപ്പൊ നമ്മുടെ ഗിവൺ ഡാറ്റാസ് ആണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഫോൾ ആൻഡ് വെയിറ്റ് എത്രയാ, 120 ന്യൂട്ടൺ, ദാറ്റ് ഇസ് പി. ഹൈറ്റ് ഓഫ് ഫോൾ, എത്ര ഹൈറ്റിൽ നിന്നാണ് വീഴുന്നത്, 20 mm. ഓക്കെ, ലെങ്ത് ഓഫ് ബാർ ഈസ് ഗിവൺ 1.5 meter. Diameter is 10 mm. So area is equal to pi by 4 into d square. Pi by 4 into d square. അത്രയും കാര്യങ്ങൾ നമ്മളവിടെ കണ്ടുവച്ചു. എല്ലാ കാര്യങ്ങളും തന്നിട്ടുള്ള ഗിവൺ ഡാറ്റാസ് എല്ലാം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എഴുതിയെടുത്തു. ഓക്കെ, ഇത് നമ്മുടെ ഇക്വേഷൻ. ഇമ്പാക്ട് ലോഡ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇക്വേഷൻ ഇതാണ്. ഈ ഇക്വേഷൻ ആണ് ഞാൻ നോട്ട് ചെയ്യാനായിട്ട് പറഞ്ഞത്. This equation. This one. Okay, in the equation P by A into 1 plus root of 1 plus 2 EAH by PL. P എന്തായിരിക്കും, ലോഡ്, A is the cross sectional area, E is the Young's modulus, A is the cross sectional area, H is the height of fall, എത്ര ഹൈറ്റിൽ നിന്നാണ് ലോഡ് വീഴുന്നത്, P is again load, L is the length. എല്ലാ നമുക്ക് അറിയാലോ, P നമുക്ക് ലോഡ് തന്നിട്ടുണ്ടായിരുന്നു അല്ലെ. P is given ആണ്, P വാല്യൂ തന്നിട്ടുണ്ട്. A നമുക്ക് കണ്ടുപിടിച്ചല്ലോ, pi by 4 into d square എന്ന് പറഞ്ഞ് നമ്മൾ A കണ്ടുപിടിച്ചു. ഈ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, A അറിയാം, H തന്നിട്ടുണ്ട്, ലെങ്ത്തും അറിയാം. എല്ലാ വാല്യൂസും നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സ്ട്രെസ് കണ്ടുപിടിച്ചു. എല്ലാ വാല്യൂം തന്നിട്ടുണ്ട്, സ്ട്രെസ് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ഓക്കെ, ഇത് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട. നമ്മൾ ആ ഇക്വേഷൻ കംപ്ലീറ്റ് ആയിട്ട് തന്നെ പഠിക്കാം. കാരണം ഈ 1 പ്ലസ് റൂട്ട് എന്ന് പറയുമ്പോൾ വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പൊ നമ്മൾ അതിനെ ഒഴിവാക്കിയതാണ് കാണുന്നത്. ഈ 1 പ്ലസ് എന്നുള്ളതല്ലേ, അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, നിങ്ങൾ ഇക്വേഷൻ തന്നെ പഠിച്ചോളൂ. ഇനി അടുത്ത എന്താണ്, ഇൻസ്റ്റന്റേനിയസ് ഇലോങ്ങേഷൻ ആണ് അല്ലെ. ഡെൽറ്റ എൽ ആണ് കാണേണ്ടത്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഡെൽറ്റ എൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇ ഇൻറ്റു എൽ ആണ്. ഇന് നമുക്ക് എന്ത് എഴുതാം, എഫ് ബൈ ഇ ഇൻറ്റു എൽ എന്ന് എഴുതാം. എഫ് ഇപ്പൊ കണ്ടുപിടിച്ചു, ഇ ഈസ് ഗിവൺ. ഓക്കെ, ക്ലിയർ ആയിരുന്നു വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. An axial pull of 20 kilonewton, load is given 20 kilonewton, applied on a steel rod 2.5 meter long. Length is given 2.5 meter and 1000 mm square in cross sectional area. നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട്, കണ്ടുപിടിക്കേണ്ട. Calculate the strain energy which can be absorbed in the rod. E is 200 GPa. കാണാൻ പറഞ്ഞിട്ടുള്ള എന്താ, സ്ട്രെയിൻ എനർജി, ദാറ്റ് ഈസ് എഫ് സ്ക്വയർ ബൈ 2E ഇൻറ്റു വോളിയം ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. E ഈസ് 200 GPa. അത് നമ്മൾ മാറ്റണം അല്ലേ, അത് നമുക്കറിയാം. എങ്ങനെയാണ്, 1 GPa എന്ന് പറയുന്നത് 10⁹9 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. സോ 100 ഇൻറ്റു 10⁹9 ചെയ്യുമ്പോൾ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ കിട്ടി. മീറ്റർ സ്ക്വയറിനെ മാറ്റാനായിട്ട് ഡിവൈഡ് ബൈ 10⁶6. ഇത് 10⁶6 ആണ് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇയുടെ വാല്യൂ കിട്ടും. ഇനി നമ്മുടെ ഇക്വേഷൻ എന്താ, നമുക്ക് ലോഡ് എങ്ങനെ അപ്ലൈ ചെയ്തിട്ടുള്ളത്, സഡൻലി അപ്ലൈഡ്, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. സഡൻലി അപ്ലൈഡ് എന്ന് പ്രോബ്ലത്തിൽ നമുക്ക് തന്നിട്ടുണ്ട്. സോ സഡൻലി അപ്ലൈഡ് ആവുമ്പോൾ നമ്മുടെ എഫ് ഇസ് ഈക്വൽ ടു 2p/a ആയിരിക്കും. സഡൻലി അപ്ലൈഡ് ആയിരിക്കുമ്പോൾ എഫ് ഇസ് ഈക്വൽ ടു 2p/a.
2 into P is 20 into 10 cube by area. Area നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ F നമുക്ക് കിട്ടും. സോ സ്ട്രെയിൻ എനർജിയിൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. വോളിയം എന്ന് പറയുന്നത് എന്താണ്? A into L ആണ് അല്ലേ വോളിയം. ഏരിയ നമുക്കറിയാം എത്രയാണ്? 1000 ആണ് ഏരിയ. ഇൻറ്റു ലെങ്ത് ഈസ് ഓൾസോ ഗിവൺ എത്രയാണ്? 2.5 മീറ്റർ ആണ്. സോ 2500 mm. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. A prismatic metallic bar of rectangular section 500 by 200 mm and 12 meter long is subjected to load of 150 kilonewton applied gradually. If the stress at elastic limit of bar material is 200 Newton per mm square, determine strain energy, proof resilience, modulus of resilience. ഇത്രയാണ് നമ്മളടുത്ത് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ഈ വാല്യൂ ഈസ് ഓൾസോ ഗിവൺ. നെറ്റ് പ്രോബ്ലം ഉണ്ടോ? ഓഡിയോ ക്ലിയർ അല്ലേ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ നമുക്ക് കണ്ടുപിടിക്കാം. 500 into 200 ചെയ്താൽ മതി. ലെങ്ത് തന്നിട്ടുണ്ട്. ഗ്രാജുവലി അപ്ലൈഡ് ആയതുകൊണ്ട് പി എന്ന് പറയുന്നത് എത്രയാ? 150 കിലോമീറ്റർ. സ്ട്രെസ് പി ബൈ എ തന്നെയായിരിക്കും. അതുപോലെ സ്ട്രെസ് അറ്റ് ഇലാസ്റ്റിക് ലിമിറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 200 Newton per mm square. 200 Newton per mm, ഇവിടെ ന്യൂട്ടൺ ഉണ്ട് കേട്ടോ. 200 Newton per mm square. യങ്സ് മോഡുലസ് ഈസ് ഓൾസോ ഗിവൺ 200 kilonewton per mm square. നമുക്ക് സ്ട്രെയിൻ എനർജി കണ്ടുപിടിക്കണം. അപ്പോൾ സ്ട്രെസ് എന്ന് പറയുന്നത് പി ബൈ എ ആണ്. പി നമുക്ക് തന്നിട്ടുണ്ട് 150 into 10 cube ഡിവൈഡ് ബൈ ഏരിയ നമ്മൾ കണ്ടുപിടിച്ചു. 1.5 Newton per mm square സ്ട്രെസ് കിട്ടി. സോ നമുക്ക് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എഫ് സ്ക്വയർ ബൈ 2 into വോളിയത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രെയിൻ എനർജി കിട്ടും. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ്? പ്രൂഫ് റെസീലിയൻസ് കണ്ടുപിടിക്കണം അല്ലെ? അപ്പൊ പ്രൂഫ് റെസീലിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ മാക്സിമം എനർജി സ്റ്റോർഡ് അറ്റ് ഇലാസ്റ്റിക് ലിമിറ്റ്. At elastic limit നമ്മുടെ stress is 200 Newton per mm square ആണ്. At elastic limit stress is 200 Newton per mm square. അപ്പോൾ ഈ 200 Newton per mm square ആണ് നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ പ്രൂഫ് റെസീലിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 200 square by 2 into E, 2 into 200 into 10 cube into വോളിയം. വോളിയം എത്രയാണ്? ഏരിയ ഇൻറ്റു ലെങ്ത് ആണ് അല്ലേ? ഏരിയ ഇൻറ്റു ലെങ്ത് ആണ് വോളിയം. ഏരിയ നമുക്ക് 10 into 10⁴ തന്നിട്ടുണ്ട്. ഇൻറ്റു ലെങ്ത് 12,000. അപ്പൊ നമുക്ക് വോളിയം കിട്ടി. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രൂഫ് റെസീലിയൻസ് ആയി. ഓക്കെ, ഇനി മോഡുലസ് ഓഫ് റെസീലിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രൂഫ് റെസീലിയൻസ് ബൈ വോളിയം. പ്രൂഫ് റെസീലിയൻസ് ബൈ വോളിയം ആണ് അല്ലെ? കേൾക്കുന്നില്ലേ? ഇവിടെ കണക്ഷൻ പോകുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് ചോദിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ മോഡുലസ് ഓഫ് റെസീലിയൻസ് എന്താണ്? പ്രൂഫ് റെസീലിയൻസ് ബൈ വോളിയം. ദാറ്റ് ഈസ് എഫ് പി സ്ക്വയർ ബൈ 2E തന്നെ വരും. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോഡുലസ് ഓഫ് റെസീലിയൻസും കിട്ടും. ക്ലിയർ ആണോ? ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം തന്നെയാണ്. ഇതുപോലത്തെ ചോദ്യം ചോദിച്ചുകൊണ്ടൊന്ന് നോക്കുക കേട്ടോ. ജസ്റ്റ് എ മിനിറ്റ്, നിങ്ങളിതൊന്ന് നോക്കുക. സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക.
ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക്, അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. An axial pull of 15 kilonewton suddenly applied, F is equal to 2p by a on a steel rod 2 meter long and 10,000 mm square in a cross section. Calculate the strain energy which can be absorbed in the rod. E is 200 GPa. Simple question ആണല്ലോ. E is 200 GPa. So Newton per mm square like ആക്കാൻ into 10⁻⁹ by 10⁶. P is given, length is given, area is given. Suddenly applied ആയതുകൊണ്ട് F is equal to 2p by a. അല്ലെ? അങ്ങനെയാണെങ്കിൽ strain energy എത്ര വരും? F square by 2 E into volume. F നമുക്കറിയാം, കണ്ടുപിടിച്ചു 30 square by 2 into E. E നമ്മളിവിടെ കണ്ടുപിടിച്ചു 2 into 10⁵ into volume. Volume എന്ന് പറഞ്ഞാൽ area into length. 1000 into length is 2 meters, so 2000. അപ്പോൾ strain energy stored ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. എളുപ്പമായിട്ടുള്ള ചോദ്യങ്ങളല്ലേ? ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്തു നിന്ന് വരുള്ളൂ. സെക്കൻഡ് മൊഡ്യൂൾ ഒന്നുകൂടെ പ്രോബ്ലം നമ്മൾ ക്ലാസ്സിൽ എടുത്തിട്ടുള്ള പ്രോബ്ലംസ് നിങ്ങൾ ഒരുപാട് തവണ ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞുള്ള സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് തിയറീസ് പഠിച്ചില്ലേ, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞൊരു 7-8 പ്രോപ്പർട്ടീസ് പഠിച്ച് ഓർക്കുന്നുണ്ടോ? ഡക്ടിലിറ്റി, മാലിയബിലിറ്റി, സ്ട്രെങ്ത്, ഹാർഡ്നെസ്, ടഫ്നെസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ 8 പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ടായിരുന്നു. അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ നമ്മുടെ ഡക്ടൈൽ മെറ്റീരിയലിന്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് അതും വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറയാറുണ്ട്. അപ്പൊ അത് വരയ്ക്കാനും അതിലെ ഓരോ പോയിന്റും എന്താണെന്ന് കൃത്യമായിട്ട് പറയാനും പറ്റണം. അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ സെക്കൻഡ് മൊഡ്യൂള് നമ്മുടെ കംപ്ലീറ്റഡ് ആണ്. സെക്കൻഡ് മൊഡ്യൂളിൽ എന്തൊക്കെയൊക്കെ പഠിച്ച് ഈ പ്രോബ്ലം ക്ലിയർ ആയല്ലോ അല്ലെ? നമുക്ക് ഈ സെക്കൻഡ് മൊഡ്യൂളിന്റെ ഓവറോൾ പോർഷനിലേക്ക് ഒന്ന് പോയി നോക്കാം. എന്തൊക്കെയാ പഠിച്ചതെന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. എന്നിട്ട് അതിൽ ഏതെങ്കിലും ഒരു ഭാഗം പ്രശ്നമുണ്ട് പറയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. ഓക്കെ, സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് പഠിച്ചു അല്ലെ? ഞാൻ കംപ്ലീറ്റ് പറയാനായിട്ട് നിൽക്കുന്നില്ല. നിങ്ങളുടെ ലെക്ചർ നോട്ടും ഈ വീഡിയോസ് എല്ലാം നിങ്ങളുടെ കയ്യിലുള്ളതാണ്. സ്ട്രെങ്ത്, സ്റ്റിഫ്നെസ്, ഇലാസ്റ്റിസിറ്റി, പ്ലാസ്റ്റിസിറ്റി, മാലിയബിലിറ്റി, ഡക്ടിലിറ്റി, ഹാർഡ്നെസ് ആൻഡ് ടഫ്നെസ് എന്ന് പറഞ്ഞ 8 പ്രോപ്പർട്ടീസ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 6 മാർക്കിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ 6 മാർക്കിനൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും 6 ലിസ്റ്റ് ചെയ്യാനായിട്ട് എന്തായാലും പഠിക്കണം. ഓക്കെ, ഇനി ലോഡുകൾ 2 രീതിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തു. അക്കോർഡിംഗ് ടു മാനർ, എങ്ങനെ അപ്ലൈ ചെയ്യുന്നു, എങ്ങനെ അതിൽ എന്ത് എഫക്റ്റ് ആണ് ഉണ്ടാകുന്നത് എന്ന് നോക്കിയിട്ട് ഡെഡ് ലോഡ്, ലൈവ് ലോഡ്, ഷോക്ക് ലോഡ് എന്ന് പറഞ്ഞു. ഇവിടെ ടെൻസൈൽ ലോഡ്, കംപ്രസീവ് ലോഡ്, ഷിയറിംഗ് ലോഡ്, ട്വിസ്റ്റിംഗ് ലോഡ്, ബെൻഡിങ് ലോഡ്. ഇനി ടെൻസൈൽ ലോഡ് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് എന്ന് നോക്കി, കംപ്രസീവ് ലോഡ് എങ്ങനെയാണെന്ന് നോക്കി, ഇതൊക്കെ അറിയാമല്ലോ അല്ലെ? ഷിയറിംഗ് ലോഡ് എങ്ങനെയാണെന്ന് നോക്കി, ട്വിസ്റ്റിംഗ് ടോർഷണൽ ലോഡ് എങ്ങനെയാണെന്ന് നോക്കി, ബെൻഡിങ് ലോഡ് ഓൾസോ. എന്നിട്ട് ഈ ഒരു ഇത് അല്ലെ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് എന്ന് നമ്മൾ നോക്കി. ടെൻഷൻ ആണെങ്കിൽ വലിയാണ്, കംപ്രഷൻ ആണെങ്കിൽ നമ്മൾ പിടിച്ചമർത്തുന്നതാണ്, ഷിയറിംഗ് എന്ന് പറഞ്ഞാൽ തെന്നി മാറിപ്പോവാണ്, ടോർഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ തിരിക്കുന്നു, ബെൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളഞ്ഞു പോകുന്നതാണ്. ഓക്കെ, ഇനി സ്ട്രെസ് എന്താണെന്ന് നോക്കി, അതുപോലെ ടൈപ്സ് ഓഫ് സ്ട്രെസ്, അതായത് ടെൻസൈൽ, കംപ്രസീവ്, ഷിയർ സ്ട്രെസ്, അതുപോലെ സ്ട്രെയിൻ എന്താണെന്ന് നോക്കി, അതുപോലെ ടൈപ്സ് ഓഫ് സ്ട്രെയിനും നമ്മൾ നോക്കി അല്ലെ? ഓക്കെ, ഇനി ഹുക്സ് ലോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഹുക്സ് ലോ, when material is loaded with an elastic limit, the stress is directly proportional to strain. അതിൽ നിന്നാണ് നമുക്ക് യങ്സ് മോഡുലസ് എന്നുള്ള ടേം വന്നത്. പിന്നെ ഇലോങ്ങേഷൻ ഓഫ് ബാർ, ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. PL/A എന്നുള്ള ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്. അത് കോമ്പോസിറ്റ് മെറ്റീരിയൽസ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. നെക്സ്റ്റ് ടെൻസൈൽ ടെസ്റ്റ്. അപ്പൊ UTM വെച്ച് നമ്മൾ ചെയ്യുന്ന ടെൻസൈൽ ടെസ്റ്റ് എങ്ങനെയാണ്, ഈ ഗ്രാഫാണ്. ഇറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടന്റ് ഈ ഒരു ഗ്രാഫ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിലെ ഓരോ റീജിയണിലെയും പ്രത്യേകതകൾ നോക്കിയിട്ടുണ്ടായിരുന്നു. വീഡിയോസ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കും അല്ലെ? അല്ലെങ്കിൽ ലിങ്ക് ഞാൻ തന്നത് നിങ്ങളുടെ ഗ്രൂപ്പിലുണ്ടായിരിക്കും, അത് വെച്ച് നോക്കുക കേട്ടോ. എന്നിട്ട് പഠിക്കുക. പിന്നെ ഫാക്ടർ ഓഫ് സേഫ്റ്റി, ഇതും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കുറെ പ്രോബ്ലംസ് ചെയ്തു. കോമ്പോസിറ്റ് സെക്ഷൻ ഒക്കെ ആയിരിക്കുമ്പോൾ പ്രോബ്ലംസ് എങ്ങനെയാണെന്ന് നോക്കി. ദെൻ ടെമ്പറേച്ചർ സ്ട്രെസ്സസിലേക്ക് വന്നു. ടെമ്പറേച്ചർ സ്ട്രെസ്സിലും പ്രോബ്ലംസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. തിയറിയിലൊന്നും ചോദിക്കാനൊന്നുമില്ല, പ്രോബ്ലംസ് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഇവിടെ തിയറിയിൽ ചോദ്യം വരും. പോയിസൺസ് റേഷ്യോ എന്താണ് എന്ന് ചോദിക്കും. ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലീനിയർ സ്ട്രെയിൻ ആണ് പോയിസൺസ് റേഷ്യോ. അപ്പൊ അതെങ്ങനെയാണ്. വോളിയോമെട്രിക് സ്ട്രെയിൻ എന്താണ്,
പിന്നെ ഈ ഇക്വേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആൻഡ് ദിസ് വൺ ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. പിന്നെ അതിന്റെ പ്രോബ്ലംസ് ആണ് നമ്മൾ നോക്കിയത് അല്ലെ. അതിന്റെ കംപ്ലീറ്റ് പ്രോബ്ലംസ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ നോക്കി. ദെൻ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഇന്നടുത്ത ക്ലാസ്സിലെ സ്ട്രെയിൻ എനർജി എന്ന് പറഞ്ഞിട്ടുള്ള ഈ പോർഷൻസ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രെയിൻ എനർജി നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, അതിന്റെ പ്രോബ്ലംസ്. ഈ ഇക്വേഷൻ ആണ് ഞാൻ നേരത്തെ വിട്ടുപോയി എന്ന് പറഞ്ഞില്ലേ, അത് ഇക്വേഷൻ ആണ് കേട്ടോ. ഞാൻ സ്ലൈഡ് തരുമ്പോൾ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാസ് ഇന്നത്തെ വൈൻഡപ്പ് ചെയ്യാണ്. സെക്കൻഡ് മൊഡ്യൂൾ വരെയുള്ള പോർഷൻസ് എല്ലാം കംപ്ലീറ്റ് ആണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ ചിലപ്പോൾ എക്സാം ആകാം, ചിലപ്പോൾ തേർഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ ശനി ഞായർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, നന്നായിട്ട് പഠിക്കാൻ. ഞാൻ തന്നിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസും കൂടെ പഠിക്കണം. അതിലേതെങ്കിലും പ്രോബ്ലം ചെയ്യാൻ പറ്റാത്തതുണ്ട് എന്നുണ്ടെങ്കിൽ പേഴ്സണലി ചോദിക്കുക, അല്ലെങ്കിൽ സൂം ക്ലാസ് വേണം എന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അറിയിക്കുക. എന്നാലേ അതുകൂടെ എടുത്തു കഴിഞ്ഞിട്ട് എക്സാം നടത്താനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക. ഏതെങ്കിലും ക്ലാസ് മിസ്സായിട്ടുണ്ട്, ആർക്കെങ്കിലും മിസ്സായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ക്ലാസ്സുകൾ കേൾക്കണം, നിർബന്ധമായിട്ട് കേൾക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ വൈൻഡപ്പ് ചെയ്യട്ടെ. ഓക്കെ, താങ്ക് യു.